നമ്മൾ പോകുന്നത് കോഴിക്കോട് വിലങ്ങാടേക്കാണ്. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് വിദഗ്ധ സംഘം ഇന്ന് പരിശോധന നടത്തും. 4 അംഗ സംഘമാണ് ഉരുൾപൊട്ടലുണ്ടായ അടിച്ചിപ്പാറ, മഞ്ഞച്ചീളി, പാനോം മേഖലകൾ സന്ദർശിക്കുക. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി. സമീർ, എപ്പോഴാണ് വിദഗ്ധ സംഘത്തിന്റെ പരിശോധന തുടങ്ങുന്നത്? എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ പരിശോധന? അനുജ, വളരെ പ്രധാനപ്പെട്ട ഒരു പരിശോധനയാണ്. ഉച്ചയോട് കൂടിയായിരിക്കും ഈ സംഘം ഇവിടേക്ക് എത്തുന്നത്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിധയിടങ്ങളിൽ നടത്തിയുള്ള പരിശോധനയിൽ 100 പ്രഭവ കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട്. 70ഓളം ഉരുൾപൊട്ടലുകൾ ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഒരേ സമയത്ത് നിരവധി ഇടങ്ങളിലാണ് വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ നാശത്തിൻ്റെ തോത് ഉൾപ്പെടെ കണക്കാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കൂടിയാണ്. ഒപ്പം തന്നെ ഇനിയുള്ള പുനരധിവാസം എത്രമാത്രം സാധ്യമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാണ് സർക്കാർ നിയോഗിച്ച 4 അംഗ സമിതി ഇവിടേക്ക് എത്തുന്നത്. ഹൈഡ്രോളജിസ്റ്റ്, അതുപോലെ തന്നെ ജിയോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഇതിനകത്തുണ്ട്. ഉച്ചയോട് കൂടെ സംഘം ഇവിടെ എത്തും. ഒപ്പം തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരും അവർക്കൊപ്പം ഉണ്ടാകും. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്താണ് വലിയ രീതിയിൽ ഉരുൾപൊട്ടലുണ്ടാവുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. 14 വീടുകളാണ് ഇവിടെ നിന്ന് ഒഴുകിപ്പോയിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു ഷീറ്റാണ്. ആ ഷീറ്റിന് തൊട്ട് താഴെയായിക്കൊണ്ട് ഒരു വീട് ഉണ്ടായിരുന്നു. ആ വിധത്തിൽ താഴ്ഭാഗത്തുള്ള മറ്റ് 13 വീടുകളും ഒഴുകിപ്പോവുകയും വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വീടിൻ്റെ ഉടമയാണ് ഡൊമിനിക് ജോസഫ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. തലനാരിഴക്കാണ് ജീവൻ തിരിച്ചു കിട്ടിയത് എന്നുള്ള ഒരു സന്തോഷമാണ്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ വെറും 3 മിനിറ്റിന് വ്യത്യാസത്തിലാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നത്. ഞാനും എൻ്റെ ഭാര്യയും മകനും മകൻ്റെ മക്കളും 3 കൊച്ചുമക്കൾ, 2 വയസ്സ്, 4 വയസ്സ്, 7 വയസ്സുള്ള കുട്ടികളുമായിട്ടാണ് ഞങ്ങൾ രാത്രിയിൽ വെളുപ്പിന് 2:30 ഞങ്ങൾ ഓടുന്നത്. ഇതിൻ്റെ സൗണ്ടൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്ത സ്ഥലത്തൂടെ ഉരുൾ വരുന്നത് കാണുന്നു. അതിങ്ങനെ വേറെ വഴിക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഓടിക്കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ഫോൺ എടുക്കാൻ വേണ്ടി ഞാൻ തിരിച്ച് കയറിയതാണ്. പക്ഷേ എന്നെ ആരും വിട്ടില്ല. അപ്പോൾ വിടാതിരുന്നുകൊണ്ട് വിട്ടിരുന്നെങ്കിൽ ഞാനിന്ന് ഇങ്ങനൊരു നാശനഷ്ടങ്ങളാണ് വീട്ടിലെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളും എന്ന് പറഞ്ഞാൽ കോടികളുടെ നഷ്ടമാണ് എൻ്റെ വീടിനുള്ളത്. കാരണം വീട് 10-12 വർഷമായിട്ടുള്ള വീട് വെച്ചിട്ട് ഞങ്ങൾ വളരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് വീട് വെച്ചിറങ്ങിയതാണ്. അപ്പോൾ അതിനുശേഷം AC മുതൽ എല്ലാ സാമഗ്രികളും, AC, പിന്നെ ഫ്രിഡ്ജ്, പിന്നെ മിക്സി, ഗ്രൈൻഡർ, പിന്നെ ഓവന്, പിന്നെ ഗ്യാസ്, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു വീട്ടിലേക്ക് എന്തൊക്കെ സാധനം, വാട്ടർ പ്യൂരിഫയർ വരെയുള്ള സജ്ജീകരണങ്ങളോട് കൂടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞിരുന്നത്. എല്ലാ സാധനങ്ങളും ഇന്ന് നമുക്ക്, അതായത് ഉടുതുണി മാത്രമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് ദൈവാനുഗ്രഹത്താൽ ഒരു പോറൽ പോലും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ബാക്കി വീട്ടിലെ എല്ലാ സാധനങ്ങളും മെയിനായിട്ടുള്ള 6 വാഹനങ്ങൾ ഉണ്ടായിരുന്നു. 6 വാഹനങ്ങളിൽ 3 വാഹനങ്ങൾ കിട്ടിയിട്ടുണ്ട്, 3 വാഹനം കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ അലമാര, 3 അലമാര കിട്ടി. മെയിനായിട്ടുള്ള ഒരു അലമാര കിട്ടിയിട്ടില്ല. പിന്നെ ഡോക്യുമെൻറ്റ്സ്, പിള്ളേരുടെ ഡോക്യുമെൻറ്റ്സ്, ഇങ്ങനെയൊക്കെ ഒരുപാട് എല്ലാവിധ ഡോക്യുമെൻറ്റ്സും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ഒരു ചെറിയ ഇതെന്ന് വെച്ചാൽ എൻ്റെ ഒരു പേഴ്സ് മാത്രം കിട്ടിയിരുന്നു. അതിലൊരു ATM കാർഡും പാൻ കാർഡും ആധാർ കാർഡും ഉണ്ടായിരുന്നു, റേഷൻ കാർഡും ഉണ്ടായിരുന്നു. അത് മാത്രമാണ് നമുക്കിപ്പോൾ നിലവിൽ എൻ്റെ ഒരു പ്രൂഫായിട്ട് ഉള്ളത്. ഈ ഷീറ്റ് കാണുന്നത് പെരയുടെ മുകളിൽ വസ്ത്രങ്ങളൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്ന ഷീറ്റാണ്. ഒരു നില വീട്, എല്ലാം താഴെ 3 റൂം, കാര്യങ്ങളൊക്കെ എല്ലാം സൗകര്യത്തോടു കൂടി ഉണ്ടായിരുന്നതാണ്. നമ്മുടെ ഇതുവരെയുള്ള നമ്മുടെ സമ്പാദ്യത്തിൻ്റെ എല്ലാം ഏറ്റവും അങ്ങേയറ്റം നമ്മൾ കൊണ്ട് ശരിയാക്കി വെച്ചതാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു കാര്യങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. കാരണം ഒന്നുമില്ല, നമ്മുടെ രേഖകളും നമ്മുടെ ഇതെല്ലാം കൂടുതൽ നഷ്ടപ്പെട്ടതുകൊണ്ട് നമുക്ക് ഇന്നും ഒരിടത്തും ചെന്ന് ഒന്നും ചോദിക്കാനോ പറയാനില്ല. പിന്നെ വില്ലേജ് ഓഫീസിൽ സാക്ഷ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. 6 വാഹനങ്ങളും പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നിപ്പം വില്ലേജ് ഓഫീസർ പറയുന്നത് താഴേക്ക് വരിക, ഓഫീസിലേക്ക് വരിക, ഞാൻ ബാക്കി സ്ഥലത്തിൻ്റെ കൃഷി, ഇവിടെ എന്ന് പറഞ്ഞാൽ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങ്, കമുക്, കൊടിയ, വാഴ, പ്ലാവ്, ഇതെല്ലാം മാവ്, ഇതെല്ലാം ഉള്ളതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആകെ 2 തെങ്ങ് മാത്രമാണ് ഇപ്പോൾ അവശേഷിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാം തീർന്നു. ഇതൊരു 1/2 ഏക്കർ സ്ഥലമാണുള്ളത്. അത് പൂർണ്ണമായിട്ടും പോയി.
പിന്നെ ഇതിന് മുകളിൽ എനിക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അവിടെയും ഏകദേശം ഇത് തന്നെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള വഴി ഈ കാണുന്നതാണ് നമ്മുടെ റോഡ്. ഇത് ഇല്ലാതായിരുന്നു. പിന്നെ വില്ലേജിൻ്റെ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ നടത്തി തന്ന ഇറ്റാച്ചി വെച്ച് തൽക്കാലം അങ്ങോട്ട് നടന്നു പോകാനുള്ള ഒരു മാർഗമാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഡൊമിനിക് ജോസഫിനെ പോലെ പലർക്കും ഉണ്ടായിട്ടുള്ളത്. ഈ ഭാഗത്ത് 14 വീടുകൾ പൂർണ്ണമായും ഒഴുകിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ 122 വീടുകൾ വാസയോഗ്യമല്ലാതായി മാറിയിട്ടുമുണ്ട്. ഡൊമിനിക് ജോസഫ് ഉൾപ്പെടെയുള്ള നിരവധി പേർ ഇപ്പോഴും ക്യാമ്പുകളിലാണ് കഴിയുന്നത്. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ മേഖലകൾ സന്ദർശിക്കാൻ ഇന്ന് വിദഗ്ധ സംഘം എത്തുന്നു. ഒപ്പം വലിയ നാശനഷ്ടം ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലേക്ക് അവിടുത്തെ ഒരു പ്രദേശവാസിയുടെ പ്രതികരണമാണ് സമീർ നൽകിയത്.